ഗസക്കാർക്കെതിരെ സാധാരണ നമ്മുടെ നാട്ടിലെ ചില പുരോഗമനവാദികൾ ഉന്നയിക്കുന്ന അവർ ചുണ്ടങ്ങാൻ കൊടുത്തിട്ട് വഴുതനങ്ങാൻ മേടിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇവന്മാർ അങ്ങോട്ട് ആക്രമിക്കുമെന്നാണ് പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ നോക്കൂ, വെസ്റ്റ് ബാങ്കിൽ 2025 മാത്രം 200 ചില്ലാൻ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2025 അതിൽ 55 പേര് കുഞ്ഞുങ്ങളാണ്. അവരുടെയും ചുണ്ടങ്ങ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് തോന്നുമ്പോഴൊക്കെ ഈ ഫലസ്തീനി നഗരങ്ങളിൽ കടന്നു കയറുക, അവിടുന്ന് ആളുകൾ പിടിച്ചുകൊണ്ടുപോയി. 700 ആളുകളാണ് 2025 മാത്രം വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി ജയിലുകളായത്, ഇസ്രായേൽ തടവിലാക്കിയത്. 2026 നോക്കൂ, ജനുവരി ഫെബ്രുവരി 1.5 മാസമായിട്ടേ ഉള്ളൂ. 2026 വെസ്റ്റ് ബാങ്കിൽ 9 ഫലസ്തീനികൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സാങ്കേതികമായി പലസ്തീൻ അതോറിറ്റികളുടെ കീഴിലുള്ള പ്രദേശമാണെങ്കിലും ഇസ്രായേൽ തോന്നുമ്പോഴൊക്കെ അവിടെ കടന്നു ചെല്ലുക, ആളുകളെ കൊല്ലുക, പിടിച്ചുകൊണ്ട് പോവുക, ഭൂമി പിടിച്ചെടുക്കുക. അവിടെ നോക്കൂ, 7 ലക്ഷം ഇസ്രായേലികൾ ഇല്ലീഗൽ സെറ്റിൽമെൻറ്റുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചില പ്രദേശങ്ങൾ ഡിസൈനേറ്റ് നിന്ന് വളച്ചു കെട്ടുന്നു, അവിടെ അവരുടെ സെറ്റിൽമെൻറ്റായി പ്രഖ്യാപിക്കുന്നു. അവിടെ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ കൊണ്ടുവന്ന് വെക്കുന്നു, വലിയ ഹൗസിംഗ് കോളനികൾ സ്ഥാപിക്കുന്നു, അവിടെ ഡെഡിക്കേറ്റഡ് റോഡുകൾ പണിയുന്നു. ഈ ഡെഡിക്കേറ്റഡ് റോഡുകൾ പോകുന്ന വഴിയിലൂടെ പലസ്തീനുകൾക്ക് പോകാനുള്ള അവകാശമുണ്ടാകും. അങ്ങനെ ഫലത്തിൽ വെസ്റ്റ് ബാങ്കിൻ്റെ നല്ലൊരു ഭാഗം ഇസ്രായേലിൻ്റെ കോളനിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇസ്രായേലിനകത്ത് ലീഗാലിറ്റി കൊണ്ടുവരികയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഫലത്തിൽ എന്താണ്, വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറയുന്ന അമേരിക്ക പോലും എതിർക്കുന്ന, പ്രത്യക്ഷത്തിൽ അമേരിക്ക പോലും എതിർക്കുന്ന ഒരു കാര്യമാണ്. വെസ്റ്റ് ബാങ്കിനെ തൊട്ട് കളിക്കാൻ പാടില്ല, വെസ്റ്റ് ബാങ്ക് പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലായിരിക്കണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പൊസിഷൻ, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പൊസിഷൻ അതാണ്. പക്ഷേ അതിനൊന്നും വില വെക്കാതെ നിയമപരമായി ഞങ്ങൾക്ക് അവിടെ ഭൂമി എടുക്കാൻ പറ്റും എന്നൊരു തീർപ്പിലാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് നിയമപരമായി തന്നെ അവരെന്താണ് പ്രാബല്യം കൊടുക്കുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള വളരെ സാങ്കേതികമായുള്ള പ്രതിഷേധങ്ങൾ UN-ൻ്റെ ഭാഗത്തുനിന്ന് മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നോക്കൂ, ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഈ ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് ലോക സമൂഹം അതൊന്ന് മനസ്സിലാക്കണം, അമേരിക്ക അടക്കമുള്ള ലോക സമൂഹം അംഗീകരിച്ചുറപ്പിച്ചൊരു ഫോർമുലയുണ്ട്. അതെന്താണ്? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. 2 സ്റ്റേറ്റ്, 2 രാജ്യങ്ങൾ ഇൻ 1967 ബോർഡേഴ്സ്, 67 അതിർത്തി വെച്ചിട്ടുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇതിന് പരിഹാരമുള്ളൂ. അമേരിക്കയുടെ അടക്കം ഒഫീഷ്യൽ പൊസിഷനാണ്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇസ്രായേൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.